Dear students, welcome to plus 2 mathematics classes. Today's topic is elementary operations or transformations of a matrix and invertible matrices. ഇന്നത്തെ ടോപ്പിക്ക് മെട്രിക്സിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന എലമെൻ്ററി ഓപ്പറേഷൻസ് അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷൻസ് എന്ന് പറയും, അത് ഏതൊക്കെയാണ് എന്നുള്ളതും അതുപോലെ ഇൻവേർട്ടിബിൾ മെട്രിസസ് കുറിച്ചുമാണ്. അപ്പോൾ ഏതൊക്കെയാണ് എലമെൻ്ററി ഓപ്പറേഷൻസ് എന്നുള്ളത് നോക്കാം. There are 6 operations on a matrix, 3 of which are due to rows and 3 due to columns, which are known as elementary operations or transformations. മെട്രിക്സിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന 6 ഓപ്പറേഷൻസ് ആണുള്ളത്. അതിൽ 3 റോ വൈസ് ആയിട്ടാണ് ചെയ്യുന്നത്, 3 കോളം വൈസ് ആയിട്ട് ചെയ്യുന്നതും. അത് ഓരോന്നും ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഓപ്പറേഷൻ, ദി ഇൻ്റർചേഞ്ച് ഓഫ് any 2 rows or 2 columns. Symbolically, the interchange of ith and jth rows is denoted by Ri interchanges Rj, and interchange of ith and jth column is denoted by Ci interchanges Cj. അതായത് ഫസ്റ്റ് ഓപ്പറേഷൻ എന്താണ്? 2 റോസ് തമ്മിൽ പരസ്പരം ഇൻ്റർചേഞ്ച് ചെയ്യാം. ഇപ്പോൾ ആർഐയും ആർജെയും ആണ് ഇൻ്റർചേഞ്ച് ചെയ്യുന്നതെങ്കിൽ അത് ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക. ആർഐ ഇൻ്റർചേഞ്ചസ് ആർജെ, ഡബിൾ ആരോ മാർക്ക് കാണിക്കും, 2 സൈഡിലും ആരോ മാർക്ക്. ആർഐ ഇൻ്റർചേഞ്ചസ് ആർജെ എന്നാണത് വായിക്കുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ R1 R2 തമ്മിലാണ് ഇൻ്റർചേഞ്ച് ചെയ്യുന്നതെങ്കിൽ R1 ഇൻ്റർചേഞ്ചസ് R2 എന്ന് എഴുതും. R1നെ R2 ആക്കി മാറ്റും, R2നെ R1 ആക്കി മാറ്റും, പരസ്പരം മാറ്റും. അതുപോലെ നമുക്ക് കോളം വൈസ് ആയിട്ടും ചെയ്യാം, 2 കോളത്തിന്. അപ്പോൾ C1 C2 ആണെങ്കിൽ C1 ഇൻ്റർചേഞ്ചസ് C2 എന്ന് എഴുതും. അപ്പോൾ ഇതാണ് മെട്രിക്സിലെ ഫസ്റ്റ് ഓപ്പറേഷൻ. 1 റോ വൈസ് ആയിട്ട്, 2 അതേപോലെ കോളം വൈസ് ആയിട്ട്. ഇനി രണ്ടാമത്തത്, ദി മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് ഓഫ് എനി റോ ഓർ കോളം ബൈ എ നോൺ സീറോ നമ്പർ. ഒരു റോയിനെ അല്ലെങ്കിൽ കോളത്തിനെ ഒരു നോൺ സീറോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം എന്നുള്ളതാണ്. സിംബോളിക്കലി, ദി മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ഈച്ച് എലമെൻറ്റ് ഓഫ് ദി ith റോ ബൈ k where k not equal to 0 is denoted by Ri changes to Kri. ith റോയിനെ നമ്മളൊരു കോൺസ്റ്റൻറ്റ് k എന്നുള്ള ഒരു കോൺസ്റ്റൻറ്റ് കൊണ്ട്, നോൺ സീറോ കോൺസ്റ്റൻറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ Ri ചേഞ്ചസ് ടു Kri എന്ന് എഴുതും. അതുപോലെ നമുക്ക് വേണമെങ്കിൽ ഈ കോളത്തിനെ മൾട്ടിപ്ലൈ ചെയ്യാം. ith കോളത്തിനെയാണ് ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ Ci ചേഞ്ചസ് ടു Kci എന്ന് എഴുതും. Ci ചേഞ്ചസ് ടു Kci. അതുപോലെ അതിനൊരു എക്സാമ്പിൾ, അതെങ്ങനെയാണെന്നുള്ളത് ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇഫ് എ ഈക്വൽ ടു മെട്രിക്സ് 1 2 3 4 അങ്ങനെയാണെങ്കിൽ ഇവിടെ അപ്ലൈ ചെയ്യുന്നത് R1നെയാണ് ചേഞ്ച് ചെയ്യുന്നത്. R1 ചേഞ്ചസ് ടു ഹാഫ് R1 എന്നാണ് എടുത്തിരിക്കുന്നത്. R1 ഫസ്റ്റ് റോ അല്ലേ, R1 മീൻസ് ഫസ്റ്റ് റോ. ഇവിടെ 1 2 ആണ് ഫസ്റ്റ് റോയിലുള്ളത് അല്ലേ. ആ റോയിനെ നമ്മൾ മാറ്റിയിട്ട് ഹാഫ് R1 ആക്കി മാറ്റുന്നു. K എന്നുള്ളത് ഇവിടെ ഹാഫ് എന്നാണ് എടുത്തിരിക്കുന്നത്. K എന്നുള്ളത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഏതാണോ ആവശ്യം അനുസരിച്ച് ഏത് കോൺസ്റ്റൻറ്റ് വേണമെങ്കിലും എടുക്കാം. നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ്, റാഷണൽ നമ്പർ ആണെങ്കിൽ റാഷണൽ നമ്പർ, അങ്ങനെ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്കിതൊക്കെ ആവശ്യമാണ്. അവിടെ എന്താണോ ആവശ്യം അനുസരിച്ച് K എടുക്കാം. ഇപ്പോൾ ഇവിടെ ചെയ്യുന്നത് R1നെ ഹാഫ് R1 എന്നാക്കി മാറ്റുന്നു. അപ്പോൾ ഫസ്റ്റ് R1ലുള്ള എലമെൻറ്റ്സ് 1 2 ആണ്, അതിന് ഹാഫാക്കി മാറ്റുമ്പോൾ 1/2 1 വരും അല്ലേ. അപ്പോൾ ഇവിടെ മെട്രിക്സ് ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണ്? മെട്രിക്സ് 1/2 1 3 4, സെക്കൻഡ് റോ നോ ചേഞ്ച്, അപ്പോൾ 3 4 എന്ന് തന്നെ വരും. അപ്പോൾ ഇതാണ് നമ്മൾക്ക് ട്രാൻസ്ഫോർമേഷൻ കൊടുത്തപ്പോൾ കിട്ടിയ മെട്രിക്സ്. ഇനി നമ്മൾക്ക് കോളത്തിനെ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. നെഗറ്റീവ് ആണെങ്കിൽ ഇപ്പോൾ -2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നെങ്കിൽ -2 R1 അങ്ങനെ എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം.
ഇനി മൂന്നാമത്തത്, ദി അഡീഷൻ ടു ദി എലമെൻറ്റ്സ് ഓഫ് എനി റോ ഓർ കോളം ബൈ the corresponding elements of any other row or column multiplied by any non-zero number. എന്താണ്? ഒരു റോയിനെ മറ്റൊരു റോയുടെ മൾട്ടിപ്പിൾ ആഡ് ചെയ്യാം. ഒരു റോയിൻ്റെ കൂടെ മറ്റൊരു റോയുടെ മൾട്ടിപ്പിൾ ആഡ് ചെയ്യാം. അതേപോലെ കോളം വൈസ് ആയിട്ട് ചെയ്യാം. ഒരു കോളത്തിൻ്റെ കൂടെ മറ്റൊരു കോളത്തിൻ്റെ മൾട്ടിപ്പിൾ ആഡ് ചെയ്യാം. സിംബോളിക്കലി ദി അഡീഷൻ ടു ദി എലമെൻറ്റ്സ് ഓഫ് ith റോ ദി കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ഓഫ് jth റോ മൾട്ടിപ്ലൈഡ് ബൈ k ഈസ് ഡിനോട്ടഡ് ബൈ ri ചേഞ്ചസ് ടു ri പ്ലസ് k rj. riനെ rjയുടെ kth മൾട്ടിപ്പിൾ ആഡ് ചെയ്യാം riൻ്റെ കൂടെ. അപ്പോൾ അത് എഴുതുന്നത് ri ചേഞ്ചസ് ടു എന്നുള്ളത് ആറോ മാർക്കിട്ട് കാണിക്കും. ri ചേഞ്ചസ് ടു ri പ്ലസ് കെ ആർ ജി എന്ന് എഴുതും. അതുപോലെ കറസ്പോണ്ടിങ് കോളാണെങ്കിൽ സി ഐ ചേഞ്ചസ് ടു സി ഐ പ്ലസ് കെ സി ജെ എന്ന് എഴുതും. അതിനൊരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇഫ് ബി ഈക്വൽ ടു മെട്രിക്സ് 2 - 1 5 4 ദെൻ അപ്ലൈ R2 ചേഞ്ചസ് ടു R2 പ്ലസ് 2R1. R2ൻ്റെ കൂടെ R1ൻ്റെ ഡബിൾ ആഡ് ചെയ്യുന്നു അല്ലേ, R2 പ്ലസ് 2R1. അപ്പോൾ നമ്മൾ എന്താണ് മാറ്റം വരിക നോക്കാം. R2നെയാണ് ഇവിടെ ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ R1 എന്നുള്ളത് 2 - 1 അതേപോലെ എഴുതിയിട്ടുണ്ട്. ഇനി R2നെ R2 പ്ലസ് 2R1 എന്നാണ് ചെയ്യുന്നത്. ഇപ്പോൾ R2ൽ 5 ആണ് ആദ്യം ഉള്ളത് അല്ലേ. അപ്പോൾ 5 പ്ലസ് 2 × 2 2R1 എന്നല്ലേ. അപ്പോൾ 5 പ്ലസ് 2 × 2 അപ്പോൾ 5 പ്ലസ് 4 9 എന്ന് വരും. ഫസ്റ്റ് എലമെൻറ്റ് 9 വരും. ഇനി സെക്കൻഡ് എലമെൻറ്റ് 4 ആണ് ഇവിടെ ഉള്ളത്. 4 പ്ലസ് 2 × -1 അതായത് 4 പ്ലസ് -2 അതായത് 2 എന്ന് വരും. അതാണ് അടുത്ത എലമെൻറ്റ് 2. അപ്പോൾ ഇങ്ങനെ ഒരു മെട്രിക്സ് ആണ് കിട്ടുക. 2 - 1 9 2. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ഓപ്പറേഷൻസിനെ കുറിച്ച് ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഏതൊക്കെയാണ് 6 ഓപ്പറേഷൻസ്? ആദ്യത്തത് 2 റോസ് തമ്മിൽ പരസ്പരം മാറ്റാം. എനി 2 റോസ് ആർ ഇൻ്റർചേഞ്ച്. ri ഇൻ്റർചേഞ്ചസ് rj. അതുപോലെ കോളംസ് തമ്മിൽ മാറ്റാം. രണ്ടാമത്തത് ഒരു റോയിനെ കോൺസ്റ്റൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ri ചേഞ്ചസ് ടു കെ ri. അതേപോലെ കോളം വൈസ് ആയിട്ടും ചെയ്യാം. ci ചേഞ്ചസ് ടു കെ സി ഐ. ഇനി തേർഡ്, ഒരു റോയിൻ്റെ കൂടെ മറ്റൊരു റോയുടെ മൾട്ടിപ്പിൾ ആഡ് ചെയ്യാം അല്ലേ. ഒരു കോൺസ്റ്റൻറ്റ് കെ എന്ന് പറയുന്നത് ഏത് കോൺസ്റ്റൻ്റ് ആയാലും നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും റാഷണൽ നമ്പർ ആയാലും അത് ആവശ്യത്തിനനുസരിച്ച് എടുക്കാം. അപ്പോൾ ri ചേഞ്ചസ് ടു ri പ്ലസ് കെ ആർ ജെ. അതുപോലെ ci ചേഞ്ചസ് ടു ci പ്ലസ് കെ സി ജെ. ഇതാണ് 6 ഓപ്പറേഷൻസ് ആയിട്ട് അറിയപ്പെടുന്നത്, മെട്രിക്സിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഇനി ഇൻവേർട്ടിബിൾ മെട്രിസസ് ഡെഫിനിഷൻ നോക്കാം. എല്ലാ മെട്രിസസും ഇൻവേർട്ടിബിൾ അല്ല. നമ്മൾക്ക് സ്ക്വയർ മെട്രിസസിന് മാത്രമേ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. If A is a square matrix of order n and if there exists another square matrix B of same order n such that AB equal to BA equal to I. എയും ബിയും 2 സ്ക്വയർ മെട്രിസസ് ആണ് സെയിം ഓർഡറിലുള്ളത്. അപ്പോൾ എ ഇൻറ്റു ബി ചെയ്താലും ബി ഇൻറ്റു എ ചെയ്താലും നമുക്ക് ഐഡൻറ്റിറ്റി മെട്രിക്സ് കിട്ടണം. ഐ എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ബീനെ പറയും എയുടെ ഇൻവേഴ്സ് ആണെന്ന് പറയും. അതുപോലെ തിരിച്ചും പറയാം എയിനെ ബിയുടെ ഇൻവേഴ്സ് ആണെന്ന് പറയാൻ പറ്റും. സോ ഹിയർ ബി ഈസ് കോൾഡ് ഇൻവേഴ്സ് ഓഫ് എ ആൻഡ് അത് ബി ഈസ് ഡിനോട്ടഡ് ബൈ എ ഇൻവേഴ്സ് എന്ന് ഇങ്ങനെയാണ് എഴുതുക. അവിടെ എ ഇൻവേഴ്സ് എന്നുള്ള മുകളിൽ ഒരു ഡാഷ് ഒരു വരി ഇട്ടിട്ടുണ്ട് എ ഇൻവേഴ്സ് എന്ന് ഡിനോട്ട് ചെയ്യാൻ. ഇപ്പോൾ ഒരു മെട്രിക്സ് ഇൻവേർട്ടിബിൾ മെട്രിക്സസ് ആണെന്ന് പറയണമെങ്കിൽ അതിനൊരു ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണം. അവ രണ്ടും പരസ്പരം മൾട്ടിപ്ലൈ ചെയ്താൽ എയും ബിയും അതുപോലെ തിരിച്ച് ബിയും എയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ ഐഡൻറ്റിറ്റി മെട്രിക്സ് കിട്ടണം. അങ്ങനെയാണെങ്കിലാണ് ബീനെ എയുടെ ഇൻവേഴ്സ് എന്ന് പറയാം. അതുപോലെ തിരിച്ചും പറയാം. ഇങ്ങനെ ചെയ്യുന്നത് സ്ക്വയർ മെട്രിക്സിന് മാത്രമേ ഇങ്ങനെ പറ്റുള്ളൂ.
അതർ റെക്റ്റാങ്കുലർ മെട്രിക്സിന് ഇങ്ങനെ പറ്റൂല അല്ലേ. എയും ബിയും മൾട്ടിപ്ലൈ ചെയ്താൽ ബിയും എയും മൾട്ടിപ്ലൈ ചെയ്താൽ ഒരേ ആൻസർ ഒരിക്കലും കിട്ടുകയില്ല. സ്ക്വയർ മെട്രിക്സിൻ്റെ മാത്രം പ്രത്യേകതയാണ്. അത് നിങ്ങൾ മൾട്ടിപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കിയതാണ്. അപ്പോൾ സ്ക്വയർ മെട്രിക്സിന് മാത്രമേ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. അതിൻ്റെ റീസണാണ് ഞാനിപ്പോൾ പറഞ്ഞത്. എയും ബിയും എടുത്താലും ബിയും എ എടുത്താലും ഒരേ ആൻസർ കിട്ടണമെങ്കിൽ ആ സ്ക്വയർ മെട്രിക്സിൽ അങ്ങനെ പറ്റുന്നുള്ളൂ. ഇപ്പോൾ എ ബി ഈക്വൽ ടു ബി എ ഈക്വൽ ടു ഐ കിട്ടിയാൽ ബി ഈസ് കോൾഡ് ദി ഇൻവേഴ്സ് ഓഫ് എ. ഓക്കെ. ഇനി ഇത് നിങ്ങൾക്ക് അഡീഷനിലും നിങ്ങൾ ഇതേ പ്രോപ്പർട്ടി പഠിച്ചതാണ് അല്ലേ. അഡീഷൻ്റെ പ്രോപ്പർട്ടി, അഡീഷൻ അഡിറ്റീവ് ഇൻവേഴ്സ് എന്തായിരുന്നു? എയുടെ അഡിറ്റീവ് ഇൻവേഴ്സ് ഏതാണ്? -a ആയിരുന്നു അല്ലേ. a പ്ലസ് -a ഈക്വൽ ടു സീറോ മെട്രിക്സ്. അവിടെ സീറോ മെട്രിക്സ് ആണ് അഡീഷൻ്റെ ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്ന് പറയുന്നത് അല്ലേ. അത് ഞാൻ പ്രോപ്പർട്ടീസിൽ പറഞ്ഞു തന്നതാണ്. എയും -aയും ആഡ് ചെയ്താലാണ് സീറോ മെട്രിക്സ് കിട്ടുക എന്നുള്ളത്. അതുപോലെയാണ് ഇവിടെ എയും എ ഇൻവേഴ്സും എയുടെ ഇൻവേഴ്സാണ് എ ഇൻവേഴ്സ്. എയും എ ഇൻവേഴ്സും മൾട്ടിപ്ലൈ ചെയ്താൽ ഐഡൻറ്റിറ്റി മെട്രിക്സ് കിട്ടണം. ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ് മൾട്ടിപ്ലിക്കേഷൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതെല്ലാം നമ്മൾ പ്രോപ്പർട്ടീസിൽ പഠിച്ചതാണ്. സോ ഇൻവേർട്ടീവ് മെട്രിക്സിൻ്റെ ഡെഫിനിഷൻ ഇതാണ്. പിന്നെ ഇവിടെ ഒരു നോട്ടായിട്ട് കൊടുത്തിരിക്കുന്നത് ഇൻവേഴ്സ് ഓഫ് എ സ്ക്വയർ മെട്രിക്സ് ഇസ് യുണീക്ക്. ഒരു സ്ക്വയർ മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് എപ്പോഴും യുണീക്ക് ആയിരിക്കും. അതായത് ഒരു മെട്രിക്സിന് ഒരു ഇൻവേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ, ഒന്നിൽ കൂടുതൽ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യില്ല. ഏതൊരു സ്ക്വയർ മെട്രിക്സിന് ഒറ്റൊരു ഇൻവേഴ്സ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. നമ്പേഴ്സിൻ്റെ കേസിലൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് അല്ലേ. അതൊക്കെ നമ്മൾ മുൻ ചാപ്റ്ററിലൊക്കെ പറഞ്ഞു തന്നതാണ്. ഇപ്പോൾ റിയൽ നമ്പേഴ്സ് എടുത്താൽ 1 ആണ് ഐഡൻറ്റിറ്റി എലമെൻ്റ് അല്ലേ. അപ്പോൾ 2ൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്താണ്? 1/2 ആണ് അല്ലേ. 2ഉം 1/2 മൾട്ടിപ്ലൈ ചെയ്താലാണ് 1 കിട്ടുക. 3യുടെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഏതാണ്? 1/3 ആണ് അല്ലേ. 3 × 1/3 ചെയ്താലാണ് 1 കിട്ടുക. അതായത് ഏതൊരു റിയൽ നമ്പറിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് അതിൻ്റെ റെസിപ്രോക്കലാണ്. അതുപോലെയാണ് ഇവിടെ മെട്രിക്സിൻ്റെ കേസിലും എയും എ ഇൻവേഴ്സും മൾട്ടിപ്ലൈ ചെയ്താലാണ് ഐഡൻറ്റിറ്റി മെട്രിക്സ് കിട്ടുക. അപ്പോൾ രണ്ട് മെട്രിക്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ ഐഡൻറ്റിറ്റി മെട്രിക്സ് കിട്ടുന്നുണ്ടെങ്കിൽ, അതുപോലെ തിരിച്ച് മൾട്ടിപ്ലൈ ചെയ്താലും കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഒന്ന് മറ്റേതിൻ്റെ ഇൻവേഴ്സ് ആണ് എന്നാണ്. ഓക്കെ. ഇനി അടുത്തൊരു തിയറം പറയുന്നുണ്ട്. ഇഫ് എ ആൻഡ് ബി ആർ ഇൻവേർട്ടിബിൾ മെട്രിക്സസ് ഓഫ് സെയിം ഓർഡർ ദെൻ എ ബി ഹോൾ ഇൻവേഴ്സ് ഈക്വൽ ടു ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ്. എന്താണ്? എയും ബിയും ഇൻവേർട്ടിബിൾ മെട്രിക്സസ് ഓഫ് സെയിം ഓർഡർ ആണ്. അങ്ങനെയാണെങ്കിൽ എ ബി, അതായത് അവിടെ പ്രോഡക്റ്റ് അല്ലേ, എ ഇൻറ്റു ബി ഹോൾ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ് ആയിരിക്കും. ഈ പ്രോപ്പർട്ടി നിങ്ങൾ എവിടെയും പഠിച്ചിട്ടുണ്ട്? ട്രാൻസ്പോസിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. എ ബി ഹോൾ ട്രാൻസ്പോസ് ഈക്വൽ ടു ബി ട്രാൻസ്പോസ് എ ട്രാൻസ്പോസ് ആയിരുന്നു. അതേപോലെയാണ് എ ബി ഹോൾ ഇൻവേഴ്സ് ഈക്വൽ ടു ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ്. ഇനി ഞാൻ ഇവിടെ ഇതിൻ്റെ പ്രൂഫും കൂടി എഴുതിയിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട്. വി ഹാവ് എ ബി ഇൻറ്റു എ ബി ഹോൾ ഇൻവേഴ്സ് ഈക്വൽ ടു ഐ. ഒരു മെട്രിക്സും അതിൻ്റെ ഇൻവേഴ്സും, എ ബി എന്നുള്ളത് ഒരു മെട്രിക്സ് ആണല്ലോ, അപ്പോൾ അതിൻ്റെ ഇൻവേഴ്സ് എ ബി ഹോൾ ഇൻവേഴ്സ്, ഒരു മെട്രിക്സും അതിൻ്റെ ഇൻവേഴ്സും മൾട്ടിപ്ലൈ ചെയ്താൽ എന്തേ കിട്ടുള്ളൂ? ഐഡൻറ്റിറ്റി മെട്രിക്സേ കിട്ടുള്ളൂ, ഐ. അത് വെച്ചിട്ടാണ് നമ്മളിവിടെ പ്രൂഫ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ എ ബി ഇൻറ്റു എ ബി ഹോൾ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു ഐ. എന്നിട്ട് ഇവിടെ രണ്ട് സൈഡിൽ എ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. എ ഇൻവേഴ്സ് ഇൻറ്റു എ ബി ഹോൾ ഇൻവേഴ്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു ഐ. എന്നിട്ട് ഇവിടെ ബ്രാക്കറ്റ് ഒന്ന് മാറ്റുകയാണ്. LHSൽ എ ഇൻവേഴ്സും എയും തമ്മിൽ ബ്രാക്കറ്റ് ചെയ്തു. പിന്നെ ബി ഇൻറ്റു എ ബി ഹോൾ ഇൻവേഴ്സ് ഈക്വൽ ടു RHSൽ എ ഇൻവേഴ്സും ഐഡൻറ്റിറ്റി മെട്രിക്സും ആണ് മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ളത്. ഒരു മെട്രിക്സും ഐഡൻറ്റിറ്റി മെട്രിക്സും മൾട്ടിപ്ലൈ ചെയ്താൽ എന്തേ കിട്ടുള്ളൂ? അതേ മെട്രിക്സ് തന്നെയാണ് കിട്ടും അല്ലേ. അതുകൊണ്ടാണ് ഐഡൻറ്റിറ്റി മെട്രിക്സിന് മൾട്ടിപ്ലിക്കേഷൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ പ്രോപ്പർട്ടിയിൽ പറഞ്ഞതാണ്. അപ്പോൾ എ ഇൻവേഴ്സ് ഇൻറ്റു ഐ എന്ന് പറഞ്ഞാൽ എ ഇൻവേഴ്സ് തന്നെയാണ്. ഇനി LHSൽ എ ഇൻവേഴ്സും എയും മൾട്ടിപ്ലൈ ചെയ്തു. അതെന്താ കിട്ടുക? ഐ ആണ് കിട്ടുക അല്ലേ. അപ്പോൾ ഐ ഇൻറ്റു ബി ഇൻറ്റു എ ബി ഹോൾ ഇൻവേഴ്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ്. ഇനി ഐ ഇൻറ്റു ബി ചെയ്താൽ എന്തേ കിട്ടുള്ളൂ? ബിയെ കിട്ടുള്ളൂ അല്ലേ.
അപ്പോൾ ബി ഇൻറ്റു എ ബി ഹോൾ ഇൻവേഴ്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ്. ഇനി രണ്ട് സൈഡിലും ബി ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ബി ഇൻവേഴ്സ് ബി ഇൻറ്റു എ ബി ഹോൾ ഇൻവേഴ്സ് ഈക്വൽ ടു ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ്. ഇനി ബി ഇൻവേഴ്സും ബിയും മൾട്ടിപ്ലൈ ചെയ്താൽ ഐഡൻറ്റിറ്റി മെട്രിക്സ് അല്ലേ. അപ്പോൾ ഐ ഇൻറ്റു എ ബി ഹോൾ ഇൻവേഴ്സ് ഈക്വൽ ടു ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ്. ഇനി ഐ ഇൻറ്റു എ ബി ഹോൾ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ ബി ഹോൾ ഇൻവേഴ്സ് തന്നെയാണ് അല്ലേ. ഐഡൻറ്റിറ്റി മെട്രിക്സിന് മറ്റൊരു മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതേ മെട്രിക്സ് കിട്ടുക. അപ്പോൾ ഐ ഇൻറ്റു എ ബി ഹോൾ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എ ബി ഹോൾ ഇൻവേഴ്സ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രൂഫ് എന്ന് പറയുന്നത്. ഇതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഈ റിസൾട്ട് നമുക്ക് വെച്ചിട്ട് പ്രോബ്ലം ചെയ്യാൻ ഉണ്ട്. ഇനി നെക്സ്റ്റ് പറയുന്നത് ഒരു മെട്രിക്സിൻ്റെ ഇൻവേഴ്സിൻ്റെ ഡെഫിനേഷൻ പഠിച്ചു അല്ലേ. ഇനി ഇൻവേഴ്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളതാണ്. നമ്മൾ എലമെൻ്ററി ഓപ്പറേഷൻ പഠിച്ചു, ഇൻവേഴ്സിൻ്റെ ഡെഫിനിഷൻ പഠിച്ചു. ഇനി ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ് ബൈ എലമെൻ്ററി ഓപ്പറേഷൻസ്. എലമെൻ്ററി ഓപ്പറേഷൻസ് യൂസ് ചെയ്തിട്ട് ഒരു മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ പഠിക്കുന്നത്. അതിൻ്റെ തിയറി എന്താണ് എന്നുള്ളത് നമ്മളിവിടെ വിവരിച്ചിട്ടുണ്ട്. നോക്കാം അതെങ്ങനെയാണ് അത് ചെയ്യുന്നത്, അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഒന്ന് വിവരിച്ചിട്ടുണ്ട് ഇവിടെ. ലെറ്റ് ബി ആൻഡ് സി ബി matrices of same order such that A equal to BC. In order to apply a sequence of elementary row operations on the matrix equation A equal to BC, we will apply these row operations simultaneously on A and on the first matrix B of the product BC on RHS. Similarly, in order to apply a sequence of elementary column operations on the matrix equation A equal to BC, we will apply these operations simultaneously on A and on the second matrix C of the product BC on RHS. അതായത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ബിയും സിയും രണ്ട് മെട്രിക്സസ് എടുത്താൽ അവയുടെ പ്രോഡക്റ്റ് എന്നുള്ളത് ഒരു മെട്രിക്സ് കിട്ടുമല്ലോ. അപ്പോൾ നമ്മളത് ഒരു മെട്രിക്സ് ഇക്വേഷനായിട്ട് നമ്മൾക്ക് എഴുതാൻ പറ്റുമല്ലോ. എന്താണ്? എ ഈക്വൽ ടു ബി സി അല്ലേ. ബിയുടെയും സിയുടെയും പ്രോഡക്റ്റാണ് എ എന്നുള്ളത്. അപ്പോൾ എ ഈക്വൽ ടു ബി സി എന്നുള്ള ഒരു മെട്രിക്സ് ഇക്വേഷൻ നമ്മൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ മെട്രിക്സ് ഇക്വേഷനിൽ നമ്മൾ ഒന്നുകിൽ റോ ഓപ്പറേഷൻ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ കോളം ഓപ്പറേഷൻ അപ്ലൈ ചെയ്യാം. ഇനി റോ ഓപ്പറേഷൻ ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എങ്കിൽ ഓപ്പറേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ഇതൊരു ഇക്വേഷൻ ആണല്ലോ. അപ്പോൾ രണ്ട് സൈഡിലും അപ്ലൈ ചെയ്യണമല്ലോ. എ ഈക്വൽ ടു ബി സി എന്നുള്ള ഇക്വേഷനാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ എൽ എച്ച് എസിൽ എ ആണുള്ളത് അല്ലേ. അപ്പോൾ എൽ എച്ച് എസിൽ എ എന്നുള്ള മെട്രിക്സിൽ നമ്മൾ റോ ഓപ്പറേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ആർ എച്ച് എസിലും ബിയും സിയും രണ്ട് മെട്രിക്സസ് അവിടെയുണ്ട് അല്ലേ. ഐദർ ബി ഓർ സി അതിലേതെങ്കിലും ഒന്നിലല്ലേ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. രണ്ട് മെട്രിക്സസ് ഉണ്ടല്ലോ. എൽ എച്ച് എസിൽ ഒന്നുണ്ട്, ആർ എച്ച് എസിൽ രണ്ട് മെട്രിക്സസ് ഉണ്ട്. അപ്പോൾ ബിയിലോ സിയിലോ ഏതെങ്കിലും ഒന്നിലാണ് നമ്മൾ റോ ഓപ്പറേഷൻ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ റോ ഓപ്പറേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് മെട്രിക്സ് ബി അല്ലേ. ആർ എച്ച് എസിലുള്ള ഫസ്റ്റ് മെട്രിക്സ് ബി അല്ലേ. അപ്പം ബിയിൽ തന്നെ റോ ഓപ്പറേഷൻ അപ്ലൈ ചെയ്യണം. സീനെ ഒന്നും ചെയ്യേണ്ടതില്ല. ഏതെങ്കിലും ഒന്നിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, ബിയിലോ സിയിലോ. അപ്പോൾ ബിയിലാണ് റോ ഓപ്പറേഷൻ ആണെങ്കിൽ അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ സിയിലാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നമ്മൾക്കത് ഈ ഒരു ഇക്വേഷനായിട്ട് കിട്ടില്ല. അത് ഇക്വേഷൻ വാലിഡ് ആവില്ല, അത് ഇൻഇക്വേഷനായി മാറും. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് തന്നെ എക്സാമ്പിൾ എടുത്ത് നോക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് റോ ഓപ്പറേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് ആർ എച്ച് എസിൽ അപ്ലൈ ചെയ്യുമ്പോൾ ആർ എച്ച് എസിൽ രണ്ട് മെട്രിക്സസ് ഉണ്ട്. അപ്പോൾ ബി എന്ന് പറയുന്നതാണ് ഫസ്റ്റ് മെട്രിക്സ്. ഫസ്റ്റ് മെട്രിക്സിൽ തന്നെ റോ ഓപ്പറേഷൻ അപ്ലൈ ചെയ്യണം. രണ്ടാമത്തെ മെട്രിക്സ് ഒന്നും ചെയ്യാതെ അങ്ങനെ തന്നെ വെക്കാം.
അതുപോലെ കോള ഓപ്പറേഷൻ ആണ് അപ്ലൈ ചെയ്യുന്നത് എങ്കിൽ എ ഈക്വൽ ടു ബി സി എന്നുള്ള ഈ ഇക്വേഷനിൽ കോള ഓപ്പറേഷൻ ആണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ആർ എച്ച് എസിൽ 2 മെട്രിക്സസ് ഉണ്ട്. അപ്പോൾ അതിൽ സെക്കൻഡ് മെട്രിക്സ് ആയിട്ടുള്ള സിയിലാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഫസ്റ്റ് മെട്രിക്സ് ബി എന്നുള്ളത് ഒന്നും ചെയ്യാതെ വെക്കാം. സെക്കൻഡ് മെട്രിക്സ് സിയിലാണ് കോള ഓപ്പറേഷൻ അപ്ലൈ ചെയ്യേണ്ടത്. അതിൻ്റെ റീസൺ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. സെക്കൻഡ് മെട്രിക്സിൽ തന്നെ അപ്ലൈ ചെയ്യണം. ഫസ്റ്റ് മെട്രിക്സിലാകുമ്പോൾ അത് ഇക്വേഷൻ അത് വാലിഡ് ആവില്ല. അതാണ് അതിൻ്റെ റീസൺ. അത് നിങ്ങൾക്ക് തന്നെ അത് വേണമെങ്കിൽ എക്സാമ്പിൾ എന്തെങ്കിലും ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ വെച്ചിട്ടാണ് നമ്മളൊരു മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് എലമെൻ്ററി ഓപ്പറേഷൻ ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. യൂസിങ് ദി അബോവ് റിസൾട്ട് വി കൺക്ലൂഡ് ദാറ്റ് ഇഫ് എ ഈസ് എ മെട്രിക്സ് സച്ച് ദാറ്റ് എ ഇൻവേഴ്സ് exists, then to find a inverse using elementary row operations we write a equal to ia. അതായത് എ എന്ന് പറയുന്ന ഒരു സ്ക്വയർ മെട്രിക്സിനാണല്ലോ നമ്മൾ ഇൻവേർട്ടിബിൾ ആവുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ എ എന്നുള്ളത് ഒരു സ്ക്വയർ മെട്രിക്സ് ആണെങ്കിൽ അതിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ എലമെൻ്ററി ഓപ്പറേഷൻ ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കാൻ നമ്മൾക്ക് ആദ്യം ഒരു മെട്രിക്സ് ഇക്വേഷൻ വേണമല്ലോ. അതിന് നമ്മൾ എയിന് എന്ത് എഴുതും? ഐ ഇൻറ്റു എ എന്ന് എഴുതും. കാരണം ഐഡൻറ്റിറ്റി മെട്രിക്സ് എ മൾട്ടിപ്ലൈ ചെയ്താൽ എ തന്നെയല്ലേ കിട്ടുക. അപ്പോൾ എ നമ്മൾ ഐ ഇൻറ്റു എ എന്ന് എഴുതിയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ആർ എച്ച് എസിൽ ഐ എന്നുള്ളതും എ എന്നുള്ളതും 2 മെട്രിക്സസ് ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ റോ ഓപ്പറേഷനാണ് അപ്ലൈ ചെയ്യുന്നത് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഫസ്റ്റ് മെട്രിക്സ് ഐ അല്ലേ. അപ്പോൾ ഫസ്റ്റ് മെട്രിക്സ് ആയ ഐയിൽ റോ ഓപ്പറേഷൻ അപ്ലൈ ചെയ്യണം. എൽ എച്ച് എസിൽ എയിൽ അപ്ലൈ ചെയ്യുക. അതുപോലെ ആർ എച്ച് എസിൽ ഫസ്റ്റ് മെട്രിക്സ് ആയ ഐയിൽ റോ ഓപ്പറേഷൻ അപ്ലൈ ചെയ്യണം. എ എന്നുള്ളതൊന്നും ചെയ്യേണ്ടതില്ല, അതങ്ങനെ തന്നെ വെക്കാം. ഐ എന്നുള്ള മെട്രിക്സിൽ റോ ഓപ്പറേഷൻ അപ്ലൈ ചെയ്യുക. അത് എത്ര വരെ അപ്ലൈ ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. നമുക്ക് ഇൻവേഴ്സല്ലേ കണ്ടുപിടിക്കേണ്ടത്, എയുടെ ഇൻവേഴ്സല്ലേ കണ്ടുപിടിക്കേണ്ടത്. എത്ര വരെ അപ്ലൈ ചെയ്യണം എന്ന് ചോദിച്ചാൽ നമ്മൾക്ക് എൽ എച്ച് എസിൽ എ അല്ലേ ഉള്ളത്, അത് നമ്മൾ റോ ഓപ്പറേഷൻ അപ്ലൈ ചെയ്ത് പല സ്റ്റെപ്സിലൂടെയും റോ ഓപ്പറേഷൻ അപ്ലൈ ചെയ്തിട്ട് അതിനെ എൽ എച്ച് എസിനെ ഐഡൻറ്റിറ്റി മെട്രിക്സ് ആക്കി മാറ്റണം. എൽ എച്ച് എസിലൂടെ എ അല്ലേ ഉള്ളത്, അതിനെ ഐഡൻറ്റിറ്റി മെട്രിക്സ് ഐ ആക്കി മാറ്റണം. അപ്പോൾ ആർ എച്ച് എസിൽ ഐ അല്ലേ ഫസ്റ്റ് മെട്രിക്സ്, അതിലല്ലേ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അതെന്തായി മാറും? ഓട്ടോമാറ്റിക്കലി അതെന്തായി മാറും? എൽ എച്ച് എസ് ഐ ആയി മാറുമ്പോൾ ആർ എച്ച് എസിൽ ഐ എന്തായി മാറും? എ ഇൻവേഴ്സ് ആയി മാറും. കാരണം എ ഇൻവേഴ്സ് ഇൻറ്റു എ ചെയ്താലല്ലേ ഐ കിട്ടുള്ളൂ. അപ്പോൾ എൽ എച്ച് എസിൽ ഐ മാറുമ്പോൾ ആർ എച്ച് എസിൽ ഐ ഓട്ടോമാറ്റിക്കലി എ ഇൻവേഴ്സ് ആയി മാറും. അപ്പോൾ ഐ ഈസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു എ എന്നുള്ള ഒരു ഇക്വേഷനിലേക്ക് നമ്മളെത്തും. അപ്പോൾ നമുക്ക് എ ഇൻവേഴ്സ് അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് ഇവിടെ പറയുന്നത്. ഇനി കോള ഓപ്പറേഷനാണ് നടത്തുന്നതെങ്കിൽ നമ്മൾ സെക്കൻഡ് മെട്രിക്സിലല്ലേ കോള ഓപ്പറേഷൻ ചെയ്യാൻ പറ്റൂ. അങ്ങനെയാണല്ലോ നമ്മൾ മുകളിൽ പറഞ്ഞത്. അപ്പോൾ നമ്മളിവിടെ മെട്രിക്സ് ഇക്വേഷൻ എടുക്കാം. എ ഈക്വൽ ടു ഐ എന്നല്ല, എ ഈക്വൽ ടു എ ഐ എന്ന് എടുക്കും. എ ഈസ് ഈക്വൽ ടു എ ഐ. ഐഡൻറ്റിറ്റി മെട്രിക്സ് രണ്ടാമത് എടുക്കും. കാരണം ഐഡൻറ്റിറ്റി മെട്രിക്സിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അതാണ് നമുക്ക് എ ഇൻവേഴ്സ് ആക്കി മാറ്റേണ്ടത്. അപ്പോൾ അത് രണ്ടാമത് വരുന്ന രീതിയിൽ എടുക്കും. എ ഈസ് ഈക്വൽ ടു എ ഐ എന്ന് എടുക്കും. എന്നിട്ട് എൽ എച്ച് എസിൽ കോള ഓപ്പറേഷൻ അപ്ലൈ ചെയ്യും, എയിൽ കോള ഓപ്പറേഷൻ അപ്ലൈ ചെയ്യും. ആർ എച്ച് എസിൽ ഐ ആണല്ലോ ഇവിടെ രണ്ടാമതുള്ളത്, അതിൽ കോള ഓപ്പറേഷൻ അപ്ലൈ ചെയ്യും. എന്നിട്ട് എൽ എച്ച് എസിലുള്ള എയിനെ ഐ ആക്കി മാറ്റും, ഐഡൻറ്റിറ്റി മെട്രിക്സ് ആക്കി മാറ്റും. അപ്പോൾ ആർ എച്ച് എസിലുള്ള ഐ ഓട്ടോമാറ്റിക്കലി എ ഇൻവേഴ്സ് ആയി മാറും. അപ്പോൾ ഐ ഈസ് ഈക്വൽ ടു എ ഇൻറ്റു എ ഇൻവേഴ്സ് എന്ന് കിട്ടും. അത് കിട്ടുന്നത് വരെ എൽ എച്ച് എസ് ആണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്. എൽ എച്ച് എസിലെ ഐഡൻറ്റിറ്റി മെട്രിക്സ് കിട്ടുന്നത് വരെ നമ്മൾ ഓപ്പറേഷൻ അപ്ലൈ ചെയ്തുകൊണ്ടേ ഇരിക്കണം. റോ ഓപ്പറേഷൻ ആണെങ്കിൽ അങ്ങനെ ചെയ്യാം, കോള ഓപ്പറേഷൻ ആണെങ്കിൽ അതിനനുസരിച്ച് ചെയ്യാം. ഇപ്പോൾ റോ ഓപ്പറേഷൻ ആണെങ്കിൽ എ ഈക്വൽ ടു ഐ ഇൻറ്റു എ എന്ന് എടുക്കണം. കോള ഓപ്പറേഷൻ ആണെങ്കിൽ എ ഈക്വൽ ടു എ ഇൻറ്റു ഐ എന്ന് എടുക്കണം. എന്നിട്ട് എൽ എച്ച് എസിന് ഐഡൻറ്റിറ്റി മെട്രിക്സ് ആകുന്നത് വരെ നമ്മൾ ഓപ്പറേഷൻ അപ്ലൈ ചെയ്യുക. അപ്പോൾ ആർ എച്ച് എസിൽ ഓട്ടോമാറ്റിക്കലി എ ഇൻവേഴ്സ് നമ്മൾക്ക് കിട്ടും. അതാണ് ഇവിടെ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ ഒരു നോട്ടായിട്ട് കൊടുത്തത്, ഇൻ കേസ് ആഫ്റ്റർ അപ്ലൈയിങ് വൺ ഓർ മോർ എലിമെൻ്ററി റോ ഓർ കോള ഓപ്പറേഷൻസ് ഓൺ എ ഈക്വൽ ടു ഐ എ ഓർ എ ഈക്വൽ ടു എ ഐ, if we obtain all zeros in
one or more rows of the matrix A on LHS, then A inverse does not exist. അതായത് നമ്മൾ ഓപ്പറേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ റോ ഓപ്പറേഷൻ ആണോ അല്ലെങ്കിൽ കോൾ ഓപ്പറേഷൻ ആണോ ഏത് ആയിക്കോട്ടെ, എ ഈക്വൽ ടു ഐ എ ആണെങ്കിൽ റോ ഓപ്പറേഷൻ അല്ലേ, എ ഈക്വൽ ടു എ ഐ ആണെങ്കിൽ കോൾ ഓപ്പറേഷൻ. അങ്ങനെ അപ്ലൈ ചെയ്ത് വന്നിട്ട് നമ്മൾക്ക് ഏതെങ്കിലും ഒരു സ്റ്റെപ്പിൽ ചെയ്ത് വരുമ്പോൾ നമ്മൾക്ക് LHSൽ ഏതെങ്കിലും ഒരു റോ ഫുള്ള് സീറോ ആയി പോവുകയാണെങ്കിൽ, ഒരു റോ കംപ്ലീറ്റ് ഒന്നിൽ കൂടുതലോ റോസ് ഫുള്ള് സീറോ ആയി പോവുകയാണെങ്കിൽ ആ കേസിൽ എ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യില്ല. കാരണം അത് പിന്നെ ഐഡൻറ്റിറ്റി ആക്കി മാറ്റാൻ നമുക്ക് സാധിക്കുന്നതല്ല. അപ്പോൾ എ ഇൻവേഴ്സ് അവിടെ എക്സിസ്റ്റ് ചെയ്യില്ല എന്ന് പറയാം. അപ്പോൾ അത് ശ്രദ്ധിക്കാം. LHSലുള്ള മെട്രിക്സിൽ ഒന്നിൽ കൂടുതലുള്ള റോസ് മുഴുവൻ സീറോ ആയി പോവുകയാണെങ്കിൽ അവിടെ എ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യില്ല എന്നുള്ളത് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് കാണുന്നതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇനി അത് വെച്ചിട്ടുള്ള പ്രോബ്ലം, ഒരു മെട്രിക്സിൻ്റെ ഇൻവേഴ്സ്, ഒരു സ്ക്വയർ മെട്രിക്സ് ആണല്ലോ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സ്ക്വയർ മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കാം, എലമെൻ്ററി ഓപ്പറേഷൻ ഉപയോഗിച്ചിട്ട് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. So first question, by using elementary operations find the inverse of the matrix A is equal to matrix 1 to 2 minus 1. ഇവിടെ ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട് 1 to 2 minus 1 എന്നുള്ള, അതിനെ നമ്മൾ എ എന്ന് എടുത്തിട്ടുണ്ട്. എ ഇസ് ഈക്വൽ ടു മെട്രിക്സ് 1 to 2 minus 1. അപ്പോൾ നമ്മളിവിടെ റോ ഓപ്പറേഷൻ ഉപയോഗിച്ചിട്ടാണ്. എലമെൻ്ററി ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ ഒന്നുകിൽ റോ ഉപയോഗിച്ച് ചെയ്യാം അല്ലെങ്കിൽ കോളം ഓപ്പറേഷൻ ഉപയോഗിച്ച് ചെയ്യാം. സോ നമ്മളിവിടെ ഇൻ ഓർഡർ ടു യൂസ് എലമെൻ്റ് റോ ഓപ്പറേഷൻ, നമ്മളിവിടെ റോ ഓപ്പറേഷനാണ് അപ്ലൈ ചെയ്യുന്നത്. സോ വി റൈറ്റ് എ ഈക്വൽ ടു ഐ എ എന്ന് എഴുതും. എ ഈക്വൽ ടു ഐ ഇൻറ്റു എ, അത് മെട്രിക്സ് ഇക്വേഷനായിട്ട് എഴുതുമ്പോൾ എ എന്താണ് മെട്രിക്സ് 1 to 2 minus 1 ഈക്വൽ ടു മെട്രിക്സ് 1 0 0 1 ഇൻറ്റു എ അല്ലേ. ഈ എ എന്നുള്ളത് എപ്പോഴും എ തന്നെ എഴുതിക്കൊണ്ട് വന്നാൽ മതി. കാരണം എ നമ്മളൊന്നും ചെയ്യുന്നില്ല, RHS ഉള്ള എനെ നമ്മൾ ഒന്നും ചെയ്യുന്നില്ല, അത് അതേപോലെ വെറുതെ എഴുതി വന്നാൽ മതി. അപ്പോൾ LHS ആണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ചെയ്യുമ്പോൾ LHSനെ ഐഡൻറ്റിറ്റി മെട്രിക്സ് ആക്കി മാറ്റുക, അതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ RHSലുള്ള ഐ എന്നുള്ളത് ഓട്ടോമാറ്റിക്കലി എ ഇൻവേഴ്സായി മാറും. അപ്പോൾ ഐഡൻറ്റിറ്റി മെട്രിക്സ് ഒന്നാണ് 1 0 0 1 ആണ് അല്ലേ, അങ്ങനെയാണ് നമുക്ക് കൊണ്ടുവരേണ്ടത്. അപ്പോൾ ഇവിടെ ആദ്യത്തെ എലമെൻറ്റ് നോക്കുക, ആദ്യത്തെ എലമെൻറ്റ് 1 തന്നെ ഉണ്ട് അല്ലേ. ഇനി അതിൻ്റെ തൊട്ട് താഴെ നമ്മൾക്ക് 0 ആക്കി മാറ്റണം. 1 0 0 1 അങ്ങനെയല്ലേ വേണ്ടത്. അപ്പോൾ 1ൻ്റെ തൊട്ട് താഴെയുള്ളത് നോക്കുക, അത് 0 ആക്കി മാറ്റണം. ഇപ്പോൾ റോ വൈസ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്, അപ്പോൾ റിസൾട്ട് കൊണ്ടുവരേണ്ടത് കോളം വൈസ് ആയിട്ടാണ്. ആദ്യത്തെ എലമെൻറ്റ് 1 കിട്ടി, അതിൻ്റെ തൊട്ട് താഴെയാണ് അടുത്ത ചെയ്യേണ്ടത്. ഈ ഓർഡറിൽ തന്നെ ചെയ്യുമ്പോൾ നമ്മൾക്ക് ആദ്യമുള്ള എലമെൻ്റ് ഒന്നും മാറിപ്പോവില്ല. അപ്പോൾ ഈ ഓർഡറിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. 1 കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ട് താഴെ 0 ആക്കാൻ നോക്കുക. അപ്പോൾ തൊട്ട് താഴെ എന്ന് പറയുമ്പോൾ അത് R2-ലാണുള്ളത് അല്ലേ. R2-ൽ 2 ആണ് അവിടെ ഉള്ളത്, അതിനെയാണ് നമ്മൾ 0 ആക്കി മാറ്റേണ്ടത്. അപ്പോൾ R2ഉം R1ഉം തമ്മിലല്ലേ ഓപ്പറേഷൻ എടുക്കുക. അപ്പോൾ 2-ൽ നിന്ന് 2 തന്നെ കുറച്ചാലല്ലേ 0 കിട്ടുക. അപ്പോൾ നമുക്ക് R2നെ എങ്ങനെ ചേഞ്ച് ചെയ്യാം, R2 ചേഞ്ചസ് ടു R2 മൈനസ് 2R1 എടുക്കാം. R2-ൽ നിന്ന് R1ൻ്റെ ഡബിൾ കുറക്കാം. അപ്പോൾ R1ൻ്റെ ഡബിൾ എന്ന് പറയുമ്പോൾ അവിടെ 2 തന്നെ കിട്ടൂലേ, 1 × 2 എന്ന് പറയുമ്പോൾ 2 തന്നെ കിട്ടൂലേ. അപ്പോൾ R2-ൽ നിന്ന് R1ൻ്റെ ഡബിൾ കുറക്കുമ്പോൾ നമുക്ക് അവിടെ 0 കിട്ടും. R2-ലുള്ള ആദ്യത്തെ എലമെൻറ്റ് 0 ആയിട്ട് പോകും അല്ലേ. അപ്പോൾ R2 ചേഞ്ചസ് ടു R2 മൈനസ് 2R1 എന്നെടുക്കുമ്പോൾ ഇവിടെ 2 മൈനസ് 2 0 എന്ന് വരും അല്ലേ. ഇനി അടുത്ത എലമെൻറ്റ് ഇവിടെ -1 ആണ്. -1 ആണ് R2-ലുള്ളത്. -1 മൈനസ് 2 × 2 അല്ലേ വരിക. അപ്പോൾ -5 എന്ന് വരും. അതായത് -1 - 4 അല്ലേ. -1 മൈനസ് 2 × 2 അതായത് -1 - 4 -5 എന്ന് വരും. അതാണ് നമ്മൾക്കിവിടെ കിട്ടിയിരിക്കുന്നത്. 0 -5 എന്നാണ് എലമെൻറ്റ്സ് R2-ലേത് കിട്ടിയിരിക്കുന്നത്. ഇനി റൈറ്റ് സൈഡ് നോക്കാം. റൈറ്റ് സൈഡിലും അതേ ഓപ്പറേഷൻ കൊടുക്കുമ്പോൾ ആദ്യത്തെ എലമെൻറ്റ് 0 ആണ് അവിടെ ഉള്ളത്. 0 മൈനസ് 2 × 1 അതായത് 0 മൈനസ് 2 -2 എന്ന് വരും. അടുത്ത എലമെൻറ്റ് 1 അല്ലേ ഉള്ളത്. 1 മൈനസ് 2 × 0 അതായത് 1 മൈനസ് 0 എന്ന് തന്നെ വരും, 1 എന്ന് കിട്ടും ഇൻറ്റു എ. ഇനി നോക്കാം,
ഇവിടെ 1 കിട്ടി. ആദ്യത്തെ എലമെന്റ് 1 ഓൾറെഡി ഉണ്ട്. അടുത്ത എലമെന്റ് നമ്മൾ 0 ആക്കി. ഇനി അതിൻ്റെ നെക്സ്റ്റ് നോക്കാം. അവിടെ -5 ആണുള്ളത് അല്ലേ? R2ൽ തന്നെ നോക്കാം. ഇവിടെ -5 ആണ് ഉള്ളത്. -5 എന്നുള്ളതിന് പകരം അവിടെ എന്താ വേണ്ടത്? 1 അല്ലേ വേണ്ടത്? 1 0 0 1 അങ്ങനെയല്ലേ കൊണ്ടുവരേണ്ടത്. അപ്പോൾ -5ൻ്റെ ആ സ്ഥലത്ത് 1 ആണ് കൊണ്ടുവരേണ്ടത്. അപ്പോൾ 1 ആക്കാൻ നമ്മൾക്ക് എളുപ്പമാർഗം എന്താണെന്ന് ചോദിച്ചാൽ അവിടെ ഏത് എലമെൻ്റ് ആണോ ഉള്ളത് അതിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 1 കിട്ടുമല്ലോ. ഇവിടെ -5 ആണ് ഉള്ളത് അല്ലേ? R2ൽ -5 ആണ് ഉള്ളത്. അതിൻ്റെ റെസിപ്രോക്കൽ എന്താ? -1/5 അല്ലേ? അപ്പോൾ R2നെ -1/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. നമുക്ക് ഈ ഓപ്പറേഷൻ അറിയാമല്ലോ. ഒരു നമ്മൾ നേരത്തെ പഠിച്ചതാണല്ലോ ഈ ഓപ്പറേഷനൊക്കെ. ഒരു റോയിനെ ഒരു കോൺസ്റ്റൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാമെന്നുള്ളതൊക്കെ. അപ്പോൾ ഇവിടെ ചെയ്യുന്നത് R2 ചേഞ്ചസ് ടു -1/5 R2 എന്നെടുത്തു. അപ്പോൾ 0ന് നോ ചേഞ്ച് അല്ലേ? 0 × -1/5 എന്ന് പറഞ്ഞാൽ 0 തന്നെയാണ്. അടുത്ത എലമെൻറ്റ് -5നെ -1/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് 1 ആയി മാറി. അതുപോലെ RHSലും -2നെ -1/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2/5 എന്ന് കിട്ടി അല്ലേ? ഫസ്റ്റ് റോ ചേഞ്ച് ഇല്ല, അത് അങ്ങനെ തന്നെ എഴുതി. 1 0. സെക്കൻഡ് റോ ആണല്ലോ നമ്മളിവിടെ മാറ്റുന്നത്. അപ്പോൾ -2നെ -1/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2/5 എന്ന് കിട്ടി. അടുത്തത് 1നെ -1/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -1/5 എന്ന് കിട്ടി ഇൻറ്റു A. ഇനി നോക്കാം LHSൽ 1 കിട്ടിയിട്ടുണ്ട്. ആദ്യത്തെ എലമെൻറ്റ് 1 ഉണ്ട്. പിന്നെ അതിന് താഴെ 0 ഉണ്ട്. അതിന് നെക്സ്റ്റ് 1 ഉണ്ട്. ഇനി മുകളിലുള്ള 2 മാത്രമാണ് ഇനി മാറ്റേണ്ടത് അല്ലേ? അതായത് R1ലാണ് അത് ഉള്ളത്. R1ലാണ് 2 ഉള്ളത്. ആ 2നെ നമ്മൾക്ക് മാറ്റണം അല്ലേ? അപ്പോൾ R1നെ ആണല്ലോ ചേഞ്ച് ചെയ്യേണ്ടത്. 2നെ മാറ്റണമെങ്കിൽ അത് R1ലാണ് ഉള്ളത്. അപ്പോൾ R1 ആണ് ചേഞ്ച് ചെയ്യേണ്ടത്. 2ൽ നിന്ന് 2 തന്നെ കുറക്കുമ്പോഴല്ലേ 0 കിട്ടാം. അപ്പോൾ R1ഉം R2ഉം തമ്മിൽ ഓപ്പറേഷൻ എങ്ങനെ എടുക്കാം? എന്താണ് R1 ചേഞ്ചസ് R1 - 2R2 എന്ന് എടുക്കാം അല്ലേ? R1ൻ്റെ കൂടെ 2R2 R1ൽ നിന്ന് മൈനസ് ചെയ്യുന്നു അല്ലേ? R1 ചേഞ്ചസ് R1 - 2R2 എടുക്കാം. അപ്പോൾ നേരത്തെ കിട്ടിയതൊന്നും പോവുകയില്ല. നേരത്തെ കിട്ടിയ റിസൾട്ടൊക്കെ അതേപോലെ തന്നെ ഉണ്ടാവും. നിങ്ങൾ ഈ ഓർഡറിൽ തന്നെ ചെയ്താൽ മതി. കോളം വൈസ് ആയിട്ട് ഇങ്ങനെ റിസൾട്ട് കൊണ്ടുവന്നാൽ മതി. അപ്പോൾ R1നെ R1 - 2R2 എടുക്കുമ്പോൾ ആദ്യത്തെ എലമെൻറ്റ് 1 - 2 × 0 1 തന്നെയാണ് കിട്ടുന്നത്. അടുത്ത എലമെൻറ്റ് 2 ആണ് ഉള്ളത് R1ൽ അല്ലേ? അപ്പോൾ 2 - 2 × 1 അതായത് 2 - 2 0 എന്ന് കിട്ടി. ഇനി അതേപോലെ RHSൽ നോക്കാം. R1ൽ അവിടെ 1 ആണുള്ളത് അല്ലേ? 1 - 2 × 2/5 അതായത് 1 - 4/5 എന്ന്, അതായത് 1/5 എന്ന് വരും. അടുത്ത എലമെൻറ്റ് അവിടെ ഉള്ളത് 0 ആണ് R1ൽ ഉള്ളത്. 0 - 2 × -1/5 അതായത് 0 + 2/5 എന്ന് വരും. അതായത് 2/5 എന്ന് ആൻസർ കിട്ടും. 2/5. പിന്നെ സെക്കൻഡ് റോയിൽ ചേഞ്ച് ഇല്ലാത്തതുകൊണ്ട് അത് അങ്ങനെ തന്നെ എഴുതി. അപ്പോൾ 1/5 2/5 2/5 -1/5 ഇത്രയാണ് RHSൽ എലമെൻറ്റ്സ് വരുന്നത്. അപ്പോൾ നമ്മളിവിടെ LHSനെ ഐഡൻറ്റിറ്റി മെട്രിക്സ് ആക്കി കഴിഞ്ഞു. അപ്പോൾ RHS ഓട്ടോമാറ്റിക്കലി ഈ ഉള്ള മെട്രിക്സ് A ഇൻവേഴ്സ് ആയി. A ഇൻവേഴ്സ് × A അതാണ് ഐഡൻറ്റിറ്റി മെട്രിക്സ് അല്ലേ? That is we get I is equal to A inverse × A. Hence A inverse is equal to അത് എടുത്ത് എഴുതാം. എന്താണ് മെട്രിക്സ്? 1/5 2/5 2/5 -1/5 ഇതാണ് A ഇൻവേഴ്സ്. ഇത് സെക്കൻഡ് ഓർഡർ മെട്രിക്സ് ആകുമ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല. നമ്മൾക്ക് ചെയ്യാൻ എളുപ്പം തന്നെയാണ്. നിങ്ങൾ 2 3 ക്വസ്റ്റ്യനിലൊക്കെ ചെയ്യുമ്പോൾ ഇത് കൂടുതൽ ക്ലിയർ ആകും. ഇനി ഇതേ ക്വസ്റ്റ്യൻ തന്നെ കോളം വൈസായിട്ടും ഇവിടെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കോളം വൈസായിട്ടുള്ള ഒരു അറിയുന്നതിന് വേണ്ടി കൂടിയാണ് കോളം വൈസായിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. അതേ മെട്രിക്സ് തന്നെ, മെട്രിക്സ് നേരത്തെ നമ്മളെടുത്തത് അതേ മെട്രിക്സ് 1 2 2 -1 എന്നുള്ള മെട്രിക്സ് തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ കോളം വൈസായിട്ട് കോളം ഓപ്പറേഷൻ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ എന്ത് എടുക്കണം? AI എന്ന് എടുക്കണം അല്ലേ? A is equal to AI എന്നാണ് എടുക്കേണ്ടത്.
അപ്പോൾ മെട്രിക്സ് 1 2 2 മൈനസ് 1 ഇസ് ഈക്വൽ ടു എ ഇൻറ്റു മെട്രിക്സ് 1 0 0 1 എന്ന് എഴുതി. ഇനി കോൾ ഓപ്പറേഷൻ അല്ലേ അപ്ലൈ ചെയ്യേണ്ടത്. ഇപ്പോൾ കോൾ ഓപ്പറേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം. LHSനെ ഐഡൻറ്റിറ്റി ആക്കി മാറ്റാൻ ഫസ്റ്റ് എലമെൻറ്റ് 1 ഉണ്ട്. ഇനി അടുത്തത് മുകളിൽ 1 0 അല്ലേ, അടുത്ത എലമെൻറ്റ് എന്താ വേണ്ടത്? 0 അല്ലേ വേണ്ടത്. ഫസ്റ്റ് റോയിൽ അടുത്ത എലമെൻറ്റ് 0. കോളം വൈസ് ആയിട്ട് ചെയ്യുമ്പോൾ റോ വൈസ് ആയിട്ടാണ് റിസൾട്ട് കൊണ്ടുവരേണ്ടത്. ആദ്യത്തെ റോ നോക്കുക. ആദ്യത്തെ റോയിൽ 1 ഉണ്ട്, അടുത്ത എലമെൻറ്റ് 0 കൊണ്ടുവരണം. 0 LHSൽ അല്ലേ, അടുത്ത എലമെൻറ്റ് 0 കൊണ്ടുവരണം. അപ്പോൾ അവിടുത്തെ എലമെൻറ്റ് അവിടെ 2 ആണുള്ളത്, അവിടെ 0 കൊണ്ടുവരണം. അപ്പോൾ 2ന് പകരം 0 കൊണ്ടുവരണമെങ്കിൽ നമ്മൾ C2 അല്ലേ, C2ലാണ് 2 ഉള്ളത്, C2 ആണ് ചേഞ്ച് ചെയ്യേണ്ടത്. C2 ചേഞ്ചസ് C2 മൈനസ് 2C1 എടുക്കാം. 2ൽ നിന്ന് 2 തന്നെ ഓർക്കുമ്പോഴല്ലേ 0 കിട്ടാം. അപ്പോൾ C2 മൈനസ് 2 ഇൻറ്റു C1 എടുക്കുമ്പോൾ നമ്മൾക്ക് ഇവിടെ 2 മൈനസ് 2 ഇൻറ്റു 1 എന്ന് പറയുമ്പോൾ 0 കിട്ടും. അതുപോലെ അടുത്ത എലമെൻറ്റിയുടെ -1 ആണ് C2ലുള്ളത്. -1 മൈനസ് 2 ഇൻറ്റു 2 അല്ലേ, അപ്പോൾ -1 മൈനസ് 4, അതായത് -5 എന്ന് കിട്ടും. ഇതാണ് C2ലുള്ള എലമെൻറ്റ്സ്. C1 ഒന്നും ചേഞ്ച് ചെയ്യുന്നില്ലല്ലോ, അപ്പോൾ C1 1 2 ആണെന്നുള്ളത് അത് അതേപോലെ തന്നെ 1 2 ആയിട്ട് എഴുതിയിട്ടുണ്ട്. RHSലും ഇതേ പ്രോസസ്സ് ചെയ്യാം. A എന്നുള്ളത് ഒന്നും A തന്നെ എഴുതിയാൽ മതി. ഇൻറ്റു I അല്ലേ, I എന്നുള്ളത് ഈ ട്രാൻസ്ഫോർമേഷൻ ഉപയോഗിച്ച് മാറ്റാം. C2 മൈനസ് 2C1 അല്ലേ, അപ്പോൾ 1 0 ആണ് ഫസ്റ്റ് കോളം, അതങ്ങനെ തന്നെ എഴുതി. അടുത്ത കോളത്തിൽ C2 മൈനസ് 2C1 കൊടുക്കുമ്പോൾ 0 മൈനസ് 2 ഇൻറ്റു 1, അതായത് 0 മൈനസ് 2 മൈനസ് 2 തന്നെ കിട്ടും. അടുത്ത എലമെൻറ്റ് 1 മൈനസ് 2 ഇൻറ്റു 0, അതായത് 1 തന്നെ കിട്ടും. അപ്പോൾ -2ഉം 1ഉം ആണ് C2ൽ ഇപ്പോൾ കിട്ടുന്നത്. ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ 1 ആയി 0 ആയി. ഇനി LHSൽ നോക്കാം എന്താണ് വേണ്ടത്. സെക്കൻഡ് റോയിൽ 0ഉം 1ഉം എടുക്കണം അല്ലേ. അപ്പോൾ നമ്മൾക്കിവിടെ -5 എന്നുള്ളിടത്ത് 1 ആക്കി കൊണ്ടുവരണം. അതുകൊണ്ട് അത് C2ലാണുള്ളത്. അപ്പോൾ C2നെ -1/5 ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എലമെൻറ്റിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ C2 ചേഞ്ചസ് ടു -1/5 C2 എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ 1 2 എന്നുള്ളത് C1 അങ്ങനെ തന്നെ എഴുതി. C2നെ -1/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, അപ്പോൾ 0 1 എന്ന് കിട്ടി. അതുപോലെ RHSൽ A ഇൻറ്റു മെട്രിക്സ് 1 0 അങ്ങനെ തന്നെ എഴുതി അല്ലേ, ഫസ്റ്റ് കോളാണ്, നോ ചേഞ്ച്. സെക്കൻഡ് കോളത്തിൽ -1/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -2നെ -1/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2/5 എന്ന് കിട്ടി. 1നെ -1/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -1/5 എന്ന് കിട്ടി. ഇങ്ങനെയാണ് വരുന്നത്. ഇനി നമ്മൾക്ക് നോക്കാം. ഇനി ഇവിടെ ഒറ്റൊരു എലമെൻ്റ് ഇനി മാറ്റാനുള്ളൂ, 2 എന്നുള്ളത് ഫസ്റ്റ് കോളത്തിലാണുള്ളത് അല്ലേ. 2 ഫസ്റ്റ് കോളത്തിലായതുകൊണ്ട് C1നെ ചേഞ്ച് ചെയ്യണം അല്ലേ. C1ൽ 2ൽ നിന്ന് 2 തന്നെ ഉറക്കുമ്പോഴാണ് നമ്മൾക്ക് 0 കിട്ടുക. അപ്പോൾ സെക്കൻഡ് കോളത്തിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 1 ആണുള്ളത്. അപ്പോൾ C2നെ ചേഞ്ച് ചെയ്യണം, C1നെ ചേഞ്ച് ചെയ്യണം. C1 മൈനസ് 2C2 എന്ന് എടുത്താൽ മതിയല്ലോ, അതാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്ലൈ C1 ചേഞ്ചസ് C1 മൈനസ് 2C2, വി ഗെറ്റ് 1 0 0 1 എന്ന് തന്നെ കിട്ടിയല്ലേ. RHSൽ എന്താണെന്ന് നോക്കാം. A ഇൻറ്റു മെട്രിക്സ് C1 മൈനസ് 2C2 എന്നാണ്. അപ്പോൾ ഇവിടെ C1ൽ ഇവിടെ 1 ആണുള്ളത്. 1 മൈനസ് 2 ഇൻറ്റു 2/5, അതായത് 1 മൈനസ് 4/5, അതായത് 1/5 എന്ന് കിട്ടി. അതുപോലെ അടുത്ത എലമെൻറ്റ് ഇവിടെ 0 ആണുള്ളത്. C1ൽ 0 ആണുള്ളത്. അപ്പോൾ 0 മൈനസ് 2 ഇൻറ്റു -1/5, അതായത് 0 പ്ലസ് 2/5, അതായത് 2/5 എന്ന് കിട്ടും. അപ്പോൾ നമ്മൾക്കിവിടെ എല്ലാ എലമെൻസും കിട്ടി. LHS ഐഡൻറ്റിറ്റി മെട്രിക്സായി മാറി. RHSൽ കിട്ടുന്നത് 1/5 2/5 2/5 -1/5 എന്നുള്ള മെട്രിക്സാണ്. അതാണ് A ഇൻവേഴ്സ്. അപ്പോൾ നമുക്ക് നേരത്തെ അതേ ആൻസർ ആണല്ലോ, ആൻസർ മാറാൻ പാടില്ല. നേരത്തെ കിട്ടിയ ഇൻവേഴ്സ് റോ വൈസ് ആയിട്ട് ചെയ്തപ്പോൾ A ഇൻവേഴ്സ് കിട്ടിയിട്ടുണ്ട്. അതേ ആൻസർ കോളം വൈസ് ആയിട്ട് ചെയ്തപ്പോൾ നമ്മൾക്ക് കിട്ടി. സോ ഇങ്ങനെയാണ് ഒരു മെട്രിക്സിൻ്റെ
ഇൻവേഴ്സ് എലമെൻ്ററി ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ ഓപ്പറേഷൻ ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കൂടി നോക്കാം. യൂസിങ് എലമെൻ്ററി ട്രാൻസ്ഫോർമേഷൻ ഫൈൻഡ് ദി ഇൻവേഴ്സ് ഓഫ് ദി മെട്രിക്സ് 1 - 1 2 3. ഇത് നോക്കാം. ഇതിനെ എ എന്ന് നമ്മൾ എടുക്കുന്നു. ടേക്ക് എ ഈക്വൽ ടു ഐ എ. റോ ഓപ്പറേഷനാണ് നമ്മളിവിടെ എടുക്കുന്നത്. റോ ഓപ്പറേഷനാണെന്ന് തോന്നുന്നു സൗകര്യം അല്ലേ. ഞാനിവിടെ റോ ഓപ്പറേഷനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എ ഈക്വൽ ടു ഐ എ എന്ന് എഴുതി. തന്ന മെട്രിക്സിനെ എ എന്ന് എടുത്തു. 1 - 1 2 3 ആണ്. അപ്പോൾ എ ഈക്വൽ ടു ഐ എ എന്ന് എഴുതുമ്പോൾ എന്ത് വരും? 1 - 1 2 3 ഇൻറ്റു മെട്രിക്സ് ഐ എന്ന് പറഞ്ഞാൽ 1 0 0 1 ഇൻറ്റു എ അല്ലേ. ഇത് നോക്കാം. ആദ്യത്തെ എലമെൻറ്റ് ഇതിലും 1 തന്നെ ഉണ്ട്. അപ്പോൾ ആദ്യത്തെ എലമെൻറ്റ് ഒന്നും മാറ്റാനില്ല. ഇനി അതിൻ്റെ തൊട്ട് താഴെയാണ് മാറ്റേണ്ടത്. അതായത് സെക്കൻഡ് റോയിൽ അവിടെ 2 ആണുള്ളത്. 2ന് പകരം അവിടെ 0 കൊണ്ടുവരണം അല്ലേ. അപ്പോൾ R2ന് R2 - 2 R1 തന്നെ എടുക്കാം. ഇവിടെയും വലിയ വ്യത്യാസമില്ല, അതുപോലെ തന്നെ ഉണ്ട്. നമ്മൾക്ക് R2 - 2 R1 എടുത്തു. അപ്പോൾ ഇവിടെ 2 - 2 0 എന്ന് വന്നു സെക്കൻഡ് റോയിൽ. അതുപോലെ അടുത്ത എലമെൻ്റ് അവിടെ 3 ആണുള്ളത് അല്ലേ. അപ്പോൾ R2ൽ 3 അല്ലേ ഉള്ളത്. അപ്പോൾ 3 - 2 ഇൻറ്റു -1. അപ്പോൾ 3 + 2 എന്നാണ് വരിക. 3 + 2 5 എന്ന് കിട്ടും അടുത്ത എലമെൻറ്റ് അല്ലേ. ഇനി ഇതേ റിസൾട്ട് RHSലും കൊടുക്കണമല്ലോ. അപ്പോൾ എന്ത് കിട്ടും? RHSൽ 0 1 0 മാറ്റൂല. ഫസ്റ്റ് റോ അല്ലേ, 1 0 അങ്ങനെ തന്നെ എഴുതി. അടുത്ത റോയിൽ 0 1 എന്നുള്ളത് എങ്ങനെ മാറും? 0 - 2 ഇൻറ്റു 1, അതായത് 0 - 2 -2 എന്നായിരുന്നു. അടുത്ത എലമെൻറ്റ് 1 ആണ്. 1 - 2 ഇൻറ്റു 0, അതായത് 1 തന്നെ കിട്ടും. അപ്പോൾ -2 1 ഇൻറ്റു എ എന്നുള്ളത് അതുപോലെ തന്നെ എഴുതിയാൽ മതി. അപ്പോൾ നമ്മൾക്കിവിടെ ഫസ്റ്റ് കോളത്തിൽ 1 0 കിട്ടിക്കഴിഞ്ഞു. ഇനി അടുത്ത ഏതാണ്? അടുത്ത എലമെൻറ്റ് അതിൻ്റെ തൊട്ട് സെക്കൻഡ് റോയിൽ നെക്സ്റ്റ് എലമെൻറ്റ് 5 ആണുള്ളത്. അതിനെ 1 ആക്കി മാറ്റാം. നിങ്ങൾ ഇതേ ഓർഡറിൽ തന്നെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിന് മുന്നേ കിട്ടിയതൊന്നും മാറിപ്പോവുകയും ചെയ്യില്ല. അപ്പോൾ നമ്മൾക്ക് ഇവിടെ 1 ആക്കി മാറ്റാം. അല്ലെങ്കിൽ അതിന് തൊട്ട് മുകളിലുള്ള 0 ആക്കിയാലും കുഴപ്പമില്ല. ഇവിടെ ഞാനിവിടെ ചെയ്തിരിക്കുന്നത് 5നെ സെക്കൻഡ് റോയിലുള്ള 5നെ 1 ആക്കിയിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് അതിനെ 1/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു അല്ലേ. അതിൻ്റെ റെസിപ്രോക്കലിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ R2 ചേഞ്ചസ് ടു 1/5 R2. വി ഗെറ്റ് 1 - 1 0 1 എന്ന് കിട്ടി അല്ലേ. അവിടെ 5 എന്നുള്ളത് 1 ആയി മാറിയിട്ടുണ്ട്. അതുപോലെ RHSൽ 1 0 എന്നുള്ളത് അങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ട്. -2 എന്നുള്ളത് 1/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -2/5ഉം അടുത്ത എലമെൻറ്റ് 1/5 ഇൻറ്റു എ എന്ന് എഴുതി. ഇനി അടുത്തത് എന്താണ്? ഇനി ഒരു മുകളിലത്തെ റോയിൽ ഫസ്റ്റ് റോയിൽ 0 കിട്ടണമെന്ന് ഉള്ള ഒരു മാറ്റം മാത്രമേ ചെയ്യാനുള്ളൂ അല്ലേ. ഇവിടെ -1 ആണ് ഉള്ളത്. ഫസ്റ്റ് റോയിൽ സെക്കൻഡ് എലമെൻറ്റ് -1 ആണ് ഉള്ളത് LHSൽ. അപ്പോൾ അവിടെ 0 കൊണ്ടുവരാൻ അവിടെ -1 താഴെ തൊട്ട് താഴെ 1 ആണുള്ളത് അല്ലേ. അപ്പോൾ രണ്ടും തമ്മിൽ ആഡ് ചെയ്യണം എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുക അല്ലേ. R1 + R2 എടുത്താൽ മതി. R1 ചേഞ്ചസ് R1 + R2. വി ഗെറ്റ് ആദ്യത്തെ എലമെൻറ്റ് 1 അത് മാറുകയില്ല. രണ്ടാമത്തെ എലമെൻറ്റ് -1 1 ആഡ് ചെയ്യുമ്പോൾ 0 കിട്ടിയിട്ടുണ്ട്. സെക്കൻഡ് റോ 0 1 അങ്ങനെ തന്നെ എഴുതി. അതുപോലെ RHSലും ഇതേ ഓപ്പറേഷൻ കൊടുക്കുമ്പോൾ R1 + R2 1 + -2/5, അതായത് 1 - 2/5 3/5 എന്ന് വരും. അതുപോലെ അടുത്ത എലമെൻറ്റ് 0 + 1/5, അതായത് 1/5 തന്നെ വരും. പിന്നെ സെക്കൻഡ് റോ അതുപോലെ തന്നെ എഴുതാം. -2/5 1/5 ഇൻറ്റു എ. സോ എ ഇൻവേഴ്സ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. LHS ഐഡൻറ്റിറ്റി ആയി മാറിയല്ലോ. അതായത് I = A ഇൻവേഴ്സ് ഇൻറ്റു എ എന്നുള്ള ആൻസർ നമുക്ക് കിട്ടി. സോ A ഇൻവേഴ്സ് = 3/5 1/5 -2/5 1/5. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. യൂസിങ് എലമെൻ്ററി ഓപ്പറേഷൻ ഫൈൻഡ് ദി ഇൻവേഴ്സ് ഓഫ് ദി മെട്രിക്സ് 2 1 1 1. അതും റോ ഓപ്പറേഷൻ ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. ലെറ്റ് A = 2 1 1 1 എടുത്തു. സോ A = I ഇൻറ്റു എ എന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. റോ ഓപ്പറേഷൻ അല്ലേ. അപ്പോൾ A = I എന്ന് സ്റ്റാർട്ട് ചെയ്തു. അതായത് മെട്രിക്സ് 2 1 1 1 = മെട്രിക്സ് 1 0 0 1 ഇൻറ്റു എ. അതിൽ നമ്മൾക്ക് ഞാനിവിടെ ചെയ്തിരിക്കുന്നത്
ഫസ്റ്റ് അപ്ലൈ ചെയ്തിരിക്കുന്നത് R1 R2 ഇൻ്റർചേഞ്ച് ആണ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണമെന്നൊന്നുമില്ല, വേണമെങ്കിൽ R1 മൈനസ് R2 ഒക്കെ എടുക്കാം. ഇവിടെ R1 ചേഞ്ചസ് ടു R1 മൈനസ് R2 എടുക്കാം. ഞാനിവിടെ ചെയ്തിരിക്കുന്നത് R1 ഇൻ്റർചേഞ്ചസ് R2 ആണ്. R1 R2 തമ്മിൽ പരസ്പരം മാറ്റി ആ ഒരു ഓപ്പറേഷൻ കൂടി നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എടുത്തത്. R1 ഇൻ്റർചേഞ്ചസ് R2. അപ്പോൾ R1 R2 തമ്മിൽ പരസ്പരം മാറ്റി. അപ്പോൾ ഫസ്റ്റ് റോ 1 1 ആയി, സെക്കൻഡ് റോ 2 1 ആയി. അതുപോലെ RHSലും ഫസ്റ്റ് റോ 0 1, സെക്കൻഡ് റോ 1 0 ഇൻറ്റു A എന്നായി മാറിയിരിക്കുകയാണ്. ഇനി അതിന് തൊട്ട് താഴെയുള്ളത് 0 ആക്കണം അല്ലേ, അവിടെ 2 ആണുള്ളത്. അപ്പോൾ 2 മൈനസ് 2 എടുക്കുമ്പോൾ അല്ലേ 0 വരിക. അപ്പോൾ R2 ചേഞ്ചസ് R2 മൈനസ് 2 R1 എടുത്തു. അപ്പോൾ 0 കിട്ടി. സെക്കൻഡ് റോയിൽ 0 കിട്ടി. അടുത്ത റോയിൽ 1 മൈനസ് 2 ഇൻറ്റു 1, അതായത് 1 മൈനസ് 2 മൈനസ് 1 എന്ന് കിട്ടി. അതുപോലെ RHSൽ 1 മൈനസ് 2 ഇൻറ്റു 0 1 തന്നെ കിട്ടി. അടുത്ത എലമെൻറ്റ് 0 മൈനസ് 2 ഇൻറ്റു 1, അതായത് മൈനസ് 2 എന്ന് വരും R2. ഓക്കെ, ഇനി ഒരു ചേഞ്ച് കൊടുക്കാനുള്ളത് സെക്കൻഡ്, ഇവിടെ ഫസ്റ്റ് റോയിൽ തന്നെ രണ്ടാമത്തെ എലമെൻറ്റ് 0 ആക്കി മാറ്റുകയാണ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് റോയിൽ രണ്ടാമത്തെ എലമെൻറ്റ് ഇവിടെ 1 ആണ് LHSലുള്ളത് അല്ലേ, താഴെ -1 ആണുള്ളത്. അപ്പോൾ അവ രണ്ടും തമ്മിൽ ആഡ് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ R1 ചേഞ്ചസ് ടു R1 പ്ലസ് R2 എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 1 ആണ് ഫസ്റ്റ് എലമെൻറ്റ്, 1 പ്ലസ് 0 1 തന്നെ കിട്ടും. അടുത്ത എലമെൻറ്റ് 1ഉം -1 ആഡ് ചെയ്യുമ്പോൾ 0 കിട്ടും. അതുപോലെ RHSൽ 0ഉം 1 ആഡ് ചെയ്യുമ്പോൾ 1 എന്ന് കിട്ടും. 1ഉം -2 ആഡ് ചെയ്യുമ്പോൾ -1 എന്ന് കിട്ടും. പിന്നെ സെക്കൻഡ് റോയിൽ ചേഞ്ച് ഇല്ലല്ലോ, അപ്പോൾ 1 -2 ഇൻറ്റു A എന്ന് കിട്ടും. ഇനി അടുത്ത ഓപ്പറേഷൻ അപ്ലൈ ചെയ്തിരിക്കുന്നത് R2നെ -R2 ആക്കി മാറ്റി. കാരണം ഇവിടെ -1 ആണ് R2ൽ രണ്ടാമത്തെ എലമെൻറ്റ് ഉള്ളത്, അത് 1 അല്ലേ നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ R2നെ -R2 ആക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ 1 0 0 1 എന്ന് കിട്ടി. അതുപോലെ RHSൽ 1 -1 -1 2 എന്നാണ് കിട്ടുക ഇൻറ്റു A. സോ A ഇൻവേഴ്സ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു, 1 -1 -1 2. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യനും കൂടി പറയുന്നുണ്ട്. യൂസിങ് എലമെൻ്ററി ട്രാൻസ്ഫോർമേഷൻ ഫൈൻഡ് ദി ഇൻവേഴ്സ് ഓഫ് 2 1 4 2. ഇവിടെ റോ ഓപ്പറേഷൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. A equal to 2 1 4 2. So A equal to IA. So we have 2 1 4 2 into is equal to matrix 1 0 0 1 into A എന്ന് എഴുതി. ഇനി ഞാൻ ഇവിടെ ആദ്യത്തെ എലമെൻറ്റ് തന്നെ 2 ആണുള്ളത് അല്ലേ. അപ്പോൾ ആദ്യത്തെ എലമെൻറ്റ് തന്നെ 1 ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ R1നെ ഹാഫ് R1 എന്നാണ് എടുത്തിരിക്കുന്നത്. കാരണം അവിടെ 2 ആണുള്ളത്. 2നെ 2 കൊണ്ട് തന്നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴല്ലേ 1 കിട്ടുക. അപ്പോൾ R1നെ ഹാഫ് R1 ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 1ഉം 1/2 ആണ് ഫസ്റ്റ് റോ വരിക. അടുത്ത എലമെൻറ്റ് 1/2 0 വരും. RHSൽ 1/2 0 വരും. സെക്കൻഡ് റോ പിന്നെ നോ ചേഞ്ച്. ഇനി R2നെ മാറ്റണം. കാരണം R2ൽ താഴെ 4 ആണുള്ളത് അല്ലേ, ഫസ്റ്റ് എലമെൻറ്റ്. R2ൽ ഫസ്റ്റ് എലമെൻറ്റ് 4 ആണുള്ളത്. അപ്പോൾ 4ൽ 4 തന്നെ കുറക്കുമ്പോഴല്ലേ 0 കിട്ടുക. അപ്പോൾ R2 മൈനസ് 4 R1 എടുത്തു. അപ്പോൾ 4 - 4 0 കിട്ടി. അടുത്ത എലമെൻറ്റ് 2 ആണ് അവിടെ ഉള്ളത്. 2 - 4 R1 അല്ലേ. അപ്പോൾ 2 - 4 ഇൻറ്റു 1/2, അതായത് 2 - 2 0 എന്ന് തന്നെ കിട്ടും. അതുപോലെ RHSലും 1/2 0. അടുത്ത എലമെൻറ്റ് 0 - 4 ഇൻറ്റു ഹാഫ്, 0 - 2 -2 എന്ന് കിട്ടും. അടുത്ത എലമെൻറ്റ് 1 - 4 ഇൻറ്റു 0, അതായത് 1 തന്നെ കിട്ടും. ഇപ്പോൾ ഇവിടെ നോക്കുക, നിങ്ങൾ LHSൽ 2 എലമെൻസും, അതായത് R2ലുള്ള 2 എലമെൻസും സീറോസ് ആയിപ്പോയി അല്ലേ. R2ലുള്ള എല്ലാ എലമെൻസും സീറോസ് ആയിപ്പോയി. അപ്പോൾ നമ്മൾ നേരത്തെ അത് നോട്ടായിട്ട് പറഞ്ഞതാണ്. ഒരു റോയിലുള്ള ഒന്നോ ഒന്നിൽ കൂടുതൽ റോസ് എല്ലാം 0 ആയി പോവുകയാണെങ്കിൽ, LHSൽ 0 ആയി പോവുകയാണെങ്കിൽ അവിടെ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞതാണ്. അപ്പോൾ ഇവിടെ R2ൽ 2 എലമെൻസും സീറോസ് ആയിപ്പോയി. അതുകൊണ്ട് ഇവിടെ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഇൻവേഴ്സ് ഡസ് നോട്ട് എക്സിസ്റ്റ്. അപ്പോൾ ഇത്രയാണ് ഇതിൽ എലമെൻ്ററി ഓപ്പറേഷൻസിനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ.